ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതേപോലെ ഗായ്സ് ഞാൻ ഓഫീസിൽ പോവാണ്. ബാക്കി വിശേഷം അറിയിക്കുന്നതായിരിക്കും. ബൈ. പിന്നെ പറയാൻ ഡീറ്റെയിൽസ്. അങ്ങനെ ഇവിടെ എത്തി. ഇപ്പോൾ 5 മിനിറ്റാണ് ഗൈസ്. ഗായ്സ്, അങ്ങനെ രാവിലത്തെ ചായയും പഴംപൊരിയും എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് മേടിച്ചു. നല്ല ഊണായിരുന്നു ഗായ്സ്. ഗായ്സ്, ഇന്ന് നമുക്ക് 4 മണി വരെ ഉള്ളൂ. ശിവരാത്രി ആയതുകൊണ്ട് വീട്ടിൽ പോവാം. ഓഫീസ് ടൈം ഇന്ന് 4 മണിയായപ്പോൾ തീർന്നു ഗൈസ്. ശിവരാത്രി ആയതുകൊണ്ട് അവരിനി കുറച്ച് നമ്മൾ നേരത്തെ വിട്ടു. ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോണേ? ഷോപ്പിംഗ്, ചെറിയ ഷോപ്പിംഗ് പോവാം. അപ്പോൾ വീഡിയോസ് ഓക്കെ. ഡയറി മിൽക്ക് മേടിച്ചിടാൻ പറഞ്ഞു. വെയിറ്റിംഗ് ഫോർ ദ ഡയറി. നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അല്ലേ, സൂപ്പർ മാർക്കറ്റിൽ കയറി മിഠായി മേടിച്ചു. അതേ സൂപ്പർ മാർക്കറ്റാണ്, കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പോവല്ലേ? അവിടെ എനിക്ക് മിഠായി മേടിച്ചത്. പോയിട്ട് വരാം. ഞാൻ ഞാനിപ്പോൾ നേരെ ഓഫീസ് കഴിഞ്ഞു, നേരെ പോവാം. വൈകിട്ട് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഞാൻ വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാസാവസാനം ആയതുകൊണ്ട് കയ്യിൽ മേയാൻ പൈസയും, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് പോവാനൊക്കെ. ഇപ്പോൾ ഫുഡ് കഴിക്കാനും എടുക്കാനൊക്കെ ബാക്കിയെല്ലാം കൂടെ സെറ്റാണ്. പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് 4 മണി വരുള്ളൂ. ഒരു എന്നിട്ട് ഉച്ചവരെ തന്നാൽ മതിയായിരുന്നു. പക്ഷെ തുടങ്ങിയില്ല. 4 മണിക്ക് എങ്ങനെ വിട്ടത്. പോയി ഡ്രസ്സൊക്കെ കഴുകണം, കുറേ കാര്യങ്ങളുണ്ട്. സോ എല്ലാം അറിയിക്കുന്നതായിരിക്കും. ഞാൻ നേരെ പോയിട്ട് ഹലോ കുറച്ച് നേരം ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നീ പോട്ടെ, പോവാം. നമ്മളുടെ ഇതാ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിലേക്ക് പോയിട്ട് പരിപാടിയായിട്ടൊന്നുമില്ല. അവിടെയൊക്കെ ഒതുക്കണം. പിന്നെ തുണി കഴുകാനുണ്ട്, കഴുകിയിടണം. വേറെ പരിപാടി. പിന്നെ പഠിക്കണം ഗൈസ്. 2 ദിവസമായി പഠിച്ചിട്ട്. ഞാൻ CMAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഠിക്കണം, പഠിക്കാൻ കയറും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. എൻ്റെ മെയിൻ ഇപ്പോഴത്തെ മൂഡ് ഔട്ടിൻ്റെ കാര്യം വരണമല്ല. ഞാനൊരു ഞങ്ങളുടെ അവിടെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു സ്റ്റുഡൻറ്റ് കാൻഡിഡേറ്റിന്. പുള്ളിക്കാരിക്ക് ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു മൈൻഡ് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ അത് മാത്രമല്ല, ബ്ലോഗിൻ്റെ കാര്യം പുതിയ കണ്ടൻസ് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. ആരും എടുത്ത് തരാണ്ടില്ല. എല്ലാവരും ബിസി ആയിരിക്കും, വർക്ക്, സ്റ്റഡീസ്. അതാണ് മെയിൻ പ്രശ്നം. അവർ നോക്കിക്കൊണ്ട് പോവാണ്. ഈ കൊച്ചേതാ വ്ലോഗ് ചെയ്തുകൊണ്ട് തന്നെ എന്തൊക്കെ സംസാരിച്ച് പോകുന്നു ഫോണിൽ നോക്കിയെന്ന്. പിന്നെ വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ മൂഡ് ഔട്ട്. കാരണം സ്റ്റാൻഡ് ഉണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റാൻഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടാം. ഓക്കെ, ബൈ ബൈ.